everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു താൽക്കാലിക ബ്രേക്കപ്പ് പലപ്പോഴും പെർമനന്റ് ബ്രേക്കപ്പിലേക്ക് പോകാറുണ്ട്. അതായത് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം അത് ഒരു പക്ഷേ പാച്ചപ്പ് ആവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വീണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷെ ബ്രേക്കപ്പ് എന്ന് കേൾക്കുമ്പോഴേക്കും പല കാര്യങ്ങളും ചെയ്തതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി ചെയ്യാന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെയ്യുന്ന പല പ്രവൃത്തികൾ കാരണം ആ റിലേഷൻഷിപ്പ് പെർമനന്റ് ബ്രേക്കപ്പിലേക്ക് അല്ലെങ്കിൽ വീണ്ടും പാച്ചപ്പ് ആകാൻ സാധിക്കാത്ത രീതിയിലേക്ക് മാറാറുണ്ട്. അപ്പൊ എന്താണ് ഇങ്ങനെ പാച്ചപ്പ് ആകാൻ സാധിക്കാത്ത രീതിയിലേക്ക് മാറുന്ന ചില പ്രവൃത്തികൾ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എടുത്തു ചാടി ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പലപ്പോഴും മിസ്റ്റേക്ക് ആയിട്ടാണ് വരുന്നത്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്ന്, വളരെ അഗ്രസീവ് ആയിട്ട് അല്ലെങ്കിൽ വളരെ റൂഡായിട്ട് വളരെ ഷൗട്ട് ചെയ്തുകൊണ്ട് പെരുമാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വളരെയധികം ഹേർട്ട് ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരൊരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ ഉപയോഗിക്കുക, ഇങ്ങനെ വളരെ അഗ്രസീവായിട്ട് അല്ലെങ്കിൽ വളരെ റൂഡായിട്ട് ബ്രേക്കപ്പ് എന്ന് കേൾക്കുമ്പോഴേക്കും റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മിസ്റ്റേക്ക്, ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഒരു പക്ഷേ അവിടെ കാമായി അല്ലെങ്കിൽ വളരെയധികം എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ആരുടെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെ ബ്രേക്കപ്പ് ആണ്, ഇനി ആ വ്യക്തി ലൈഫിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ വ്യക്തി റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുകയാണ് എന്ന് ആലോചിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് വളരെയധികം റൂഡായി പെരുമാറുന്നുണ്ടെങ്കിൽ അതാണ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പല ആളുകളും ചെയ്യുന്ന നമ്പർ 1 മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് മിസ്റ്റേക്ക് ഇതാണ്. ഇനി രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിനെ തന്നെ കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് പോയി, അല്ലെങ്കിൽ ആ വ്യക്തി ഇനി ലൈഫിലേക്ക് തിരികെ വരില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് കൂടുതലായി അത് പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം സ്വയം ഗസ് ചെയ്യാൻ തുടങ്ങുന്നു, ഒരുപാട് കാര്യങ്ങൾ അസ്യൂം ചെയ്യാൻ തുടങ്ങുന്നു. ഇത്തരത്തിൽ ആ ഒരു കാര്യത്തിനെ തന്നെ വളരെയധികം തെറ്റിദ്ധാരണയോടുകൂടി നോക്കി കാണുന്നു എന്നുള്ളതാണ്. സോ കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നത്. സോ ഓവറായിട്ട് ഗസ് ചെയ്യുന്നു അല്ലെങ്കിൽ അസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പലപ്പോഴും ബ്രേക്കപ്പിന് ശേഷം പല ആളുകളും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക്. ഇനി മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് ആണ് അവരെ ഓവറായിട്ട് ചേസ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങും, അവരെ കണ്ടിന്യൂസ് ആയി സ്റ്റോക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പലപ്പോഴും ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഓവറായി ആ വ്യക്തിയെ ചേസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങും. കാരണം ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിന്യൂസ് ആയി സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിരന്തരം കോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരെ കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ കൂടും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കോമൺ ഫ്രണ്ട്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിരന്തരം കോൾ ചെയ്തുകൊണ്ടോ മെസ്സേജ് ചെയ്തുകൊണ്ടോ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള ഒരു എഫേർട്ട് നിങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പലപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് തോന്നുന്ന ഒരു കാര്യം അവരൊരു ഹെഡേക്ക് ആണ്, അല്ലെങ്കിൽ എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള കൺക്ലൂഷൻസിലേക്ക് അവർ വളരെ വേഗം എത്തിച്ചേരും എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോ കോണ്ടാക്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നിട്ട് നോ കോണ്ടാക്റ്റിലേക്ക് പോവുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ ആക്ച്വലി എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനും ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ടൈം അവിടെ കിട്ടും. എന്നാൽ പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആ ഒരു ചെറിയൊരു ഇഷ്യൂ ഒരു പക്ഷേ ഇങ്ങനെ സംസാരിച്ച് അല്ലെങ്കിൽ ഓവർ ചേസ് ചെയ്തുകൊണ്ട് വളരെ വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. സോ ഓവറായിട്ട് സ്റ്റോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ അവരെ നിരന്തരം ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇതാണ് പലപ്പോഴും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക്. നെക്സ്റ്റ്, ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാത്ത ഒരു മിസ്റ്റേക്ക് ആണ്.
അല്ലെങ്കിൽ ഒരു കാര്യമാണ്. അതായത് ആ റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വ്യക്തി ലൈഫിൽ ഉണ്ടാകണം എന്നുള്ള അമിതമായ ആഗ്രഹം കാരണം അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അനുസരിക്കും, അല്ലെങ്കിൽ എന്താണോ ഇനി പറയുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോവുള്ളൂ, ബ്രേക്കപ്പ് ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഇനി ഞാൻ മുന്നോട്ട് നീങ്ങുള്ളൂ, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതാണ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് എന്ന് പറയുന്ന സമയത്ത് പല ആളുകളും ചെയ്യുന്ന മറ്റൊരു ബിഗ് മിസ്റ്റേക്ക്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളോടുള്ള സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു മതിപ്പ് ഇല്ലാതാവുകയാണ്. പൂർണ്ണമായും നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറയാനും ഇത് കാരണമാകും. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം എന്ന രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പലപ്പോഴും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക്. ഇത്രയും കാര്യങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്ന് കേൾക്കുമ്പോഴേക്കും പല ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. ഈ മിസ്റ്റേക്ക് ചെയ്യാതെ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി ഒന്നുകിൽ പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുകയോ അതല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് കുറെ കൂടി ബെറ്റർ ടേംസിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് നൽകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാവുന്നതാണ്. പകരം ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളാണ് കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് പാച്ചപ്പ് ആകാൻ സാധിക്കാത്ത രീതിയിൽ ആ റിലേഷൻഷിപ്പ് ഡാമേജ് ആയി പോകും എന്നുള്ളതാണ്. എനിവേസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് എന്ന് പറയുന്ന സമയത്ത് പല ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. ഈ മിസ്റ്റേക്കുകൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്